ആവശ്യത്തിനുള്ള സ്പൈസസ് മാത്രം ചേർത്ത് അധികം മസാലക്കൂട്ടുകളൊന്നുമില്ല അതൊരു ചിമ്മി ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, പിന്നെ ബേ ലീഫ്, കിസ്മിസ്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പുതിനയില, മല്ലിയില, ചെറുതായി അരിഞ്ഞ സവാള, തക്കാളി, പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, ഇവയൊക്കെയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്. അതിനായി നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി ഫ്രൈ ചെയ്യുക. ഈ സവാള നന്നായിട്ട് ബ്രൗൺ ആകുന്ന വരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സവാള ഏതാണ്ട് ഒരു ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. ഇതിന് ശേഷം ഈ ബൗളിലോട്ട് മാറ്റിയിരിക്കുന്ന നമ്മൾക്ക് 3 തവണയായിട്ട് എടുക്കാനുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഒന്നിച്ചാണ് ഇത് ഫ്രൈ ചെയ്ത് വയ്ക്കുന്നത്. ഇനി നമ്മൾ ഈ ബാലൻസ് വന്ന എണ്ണയിലോട്ട് കുറച്ച് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കിസ്മിസ് ആഡ് ചെയ്യുക. ഈ കിസ്മിസ് നമ്മൾ വറുത്ത് കോരി നമ്മൾ വേറെ മാറ്റി വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ ഓരോ സ്പൈസസ് ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ചേർക്കുന്നത് ഏലക്കായാണ്, പിന്നെ ഗ്രാമ്പൂ, കുരുമുളക്, പട്ട, പിന്നെ ബേ ലീഫ്, ഇവയെല്ലാം ചേർത്ത് നന്നായി ഫ്രൈ ചെയ്യുക. തീ നന്നായിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നന്നായി സിമ്മിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇളകി ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി വേറൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത്. നമ്മൾ തക്കാളി നല്ല പഴുത്ത തക്കാളി കിട്ടുവാണെങ്കിൽ അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഗ്രേവി ഉണ്ടാകും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ തക്കാളി നമ്മൾ ഇതിനകത്തേക്ക് യോജിപ്പിച്ചിട്ട് നന്നായി ഇളക്കിയെടുക്കുക. തക്കാളി നന്നായി ഫ്രൈ ആകുന്ന വരെ നമ്മൾ ഇളക്കണം. അപ്പോൾ ഇതാണ്ട് നമ്മൾ ഒരു തക്കാളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ ഒരു പോർഷൻ നമ്മൾ ഇതിലേക്ക് ചേർക്കണം. മുഴുവൻ എടുക്കരുത്, നമുക്കത് പിന്നീട് റൈസ് ഗാർണിഷ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഞാൻ ഓൾറെഡി നേരത്തെ കുരുമുളക് ചേർത്തിട്ടുണ്ട്, അത് കാരണം എനിക്ക് നല്ല സ്പൈസി ആയിട്ട് വേണം. അത് കാരണം ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടിയല്ല, ഞാൻ കുരുമുളക് മാത്രമാണ് ആഡ് ചെയ്തത്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടത് ഫ്രൈ ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആ മസാലയെല്ലാം ചെമ്മീനിൽ പിടിക്കുന്ന വരയ്ക്കും നമ്മൾ നന്നായിട്ട് അത് ഫ്രൈ ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കത് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വേവാൻ വയ്ക്കേണ്ടത്. ഈ നേരം നമുക്ക് റൈസ് റെഡിയാക്കാം. അതിന് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ബാലൻസ് വെച്ചിരുന്ന എണ്ണ ഉണ്ട്, ആ ഓയിൽ അതിലോട്ട് ചേർക്കുക. അതിലൊരു സ്പൂണ് നെയ്യ് കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബാലൻസ് സ്പൈസസ് ഉണ്ട്, അതും കൂടി ആഡ് ചെയ്യുക. ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയുടെ അടുത്ത ഒരു പോർഷനും കൂടി നമുക്ക് അതിനകത്തേക്ക് യോജിപ്പിക്കണം. ഇതൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ, എന്നിട്ട് നമുക്കത് ചേർക്കാം.
ആ സവാള നമ്മൾ അതിൻ്റെ ഒരു പോർഷനും കൂടി എടുത്ത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർക്കണം. നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ആ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വച്ചിരിക്കുന്ന റൈസ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണം. സാധാരണ കൈമ റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായി യോജിപ്പിക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിത് വേവാനായിട്ട് അടച്ചു വയ്ക്കുക. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. ഞാൻ വീണ്ടും ഒന്നും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് അടച്ചു വെച്ചു. ഇനി ഇതൊന്ന് റൈസ് ഒന്ന് വേവട്ടെ. ഇത് റൈസ് വെന്ത് കഴിയുമ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചെമ്മീനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാം ആ മസാല എല്ലാം അതിൽ പിടിച്ചപ്പോൾ ചെമ്മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടി ചേർക്കുക. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ അവിടെ റെഡിയായി ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഗാർണിഷ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മല്ലിയില ചേർത്തിട്ട് അതിൻ്റെ മീതെ ഒരു ലെയറിൽ റൈസ് വെന്തിരിക്കുന്ന നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കുക. റൈസ് നമ്മൾ ചേർത്ത് കൊടുത്ത് അധികം പ്രസ് ചെയ്യരുത്, അധികം അമർത്തരുത്. നമ്മൾ ഈ ചൂടിൽ തന്നെ ഇതിരുന്ന് വേവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ അധികം പ്രസ് ചെയ്യരുത്, ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. നമ്മളൊരു ലെയർ റൈസ് അതിൽ ചേർത്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ സവോള, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർക്കുക. വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് റൈസ് ഒന്നും കൂടി വിതറുക. അടുത്ത ലെയർ റൈസ് അതിൻ്റെ മുകളിൽ വിതറണം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരല്പം 1 ടീസ്പൂൺ നെയ്യ് ചേർക്കണം. നമ്മളിതിലേക്ക് നെയ്യ് ആഡ് ചെയ്യുക. ഈ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് അതിൻ്റെ മീതെ വിതറുക. കിസ്മിസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോഴും തീ നല്ല സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. തീ നല്ല സിമ്മിലിട്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മളതിൻ്റെ മീതെ വീണ്ടും ബാലൻസ് റൈസ് ഉണ്ടായിരുന്നു. ആ റൈസ് കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അത് ബാലൻസ് ഉള്ള ഫുൾ റൈസ് എല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഇത് നന്നായി നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ അടച്ചു വെച്ചിരുന്നത് ഇപ്പോൾ തുറന്നപ്പോൾ നല്ല സ്മെല്ലായിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മളുടെ ആ താഴെയുള്ള മസാലയും എല്ലാം കൂടി മുകളിലോട്ട് വരുന്ന രീതിയിൽ നന്നായി ഇളക്കുക. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി താഴെ ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ നല്ല സ്മെല്ലായിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി. എൻ്റെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് ചെമ്മീൻ ബിരിയാണി എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.